വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് GNM ആൻഡ് ANMന്റെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ്. എല്ലാവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ ചെയ്യാം. അതായത് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ കൺഫർമേഷൻ നിങ്ങൾക്ക് ഡൺ ആണോ അതോ അല്ലെങ്കിൽ അത് ഇൻഡു ആണോ കാണിച്ചിരിക്കുന്നത്, അതായത് അത് അക്സെപ്റ്റഡ് അല്ല എന്നതാണോ കാണിച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആണോ അതല്ലെങ്കിൽ അതായത് അക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്നാണോ അല്ലെങ്കിൽ റിജക്റ്റഡ് പ്രൊവിഷണലി എന്നാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. നമ്മുടെ BSc നഴ്സിംഗ് LBS വഴി നമ്മൾ ഒരു കൺഫർമേഷൻ ടൈം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അതിൽ ഒരുപാട് കുട്ടികൾ കൺഫേം ചെയ്യാതെ പോയി. നമുക്കറിയാം ആ ടൈമിൽ 29,000 കുട്ടികളാണ് കൺഫേം ചെയ്യാതെ പോയതും അതിനുശേഷം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് റീകൺഫർമേഷന് LBS ഒരു ടൈം കൊടുത്തതുമാണ്. അപ്പൊ നിങ്ങൾ ആരും കൺഫേം ചെയ്യാതെ പോകരുത്. കൺഫേം ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ആപ്ലിക്കേഷൻ ഒക്കെ ഫീ ഒക്കെ കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ട് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിന്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ഡൺ ആണോ അല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസും അതുപോലെ അക്സെപ്റ്റഡ് ആണോ എന്ന് നോക്കുക. ഇനി ഇത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട്, റിജക്റ്റഡ് ആണ് നിങ്ങളുടെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ കൺഫർമേഷൻ ഡൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മെയിൽ അയക്കുക എന്നതാണ്. മെയിൽ എന്ന് പറയുന്നത് lbs.tvpm@gmail.com. ഒന്നുകൂടി പറയാം, lbs.tvpm@gmail.com എന്ന മെയിലിലേക്ക് നിങ്ങൾ അയക്കുക. ഇതുപോലെ നിങ്ങൾക്ക് എറർ ഉണ്ട്, നിങ്ങൾക്ക് ഇതുപോലെ പ്രൊവിഷണലി അക്സെപ്റ്റഡ് അല്ല കാണിക്കുന്നത്, റിജക്റ്റഡ് ആണ് കാണിക്കുന്നത്, അതിന്റെ റീസൺ ചോദിച്ച് മെയിൽ അയക്കുക. ഇനി നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ റിമാർക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ തെറ്റെന്ന് പറയുന്നത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും ഡോക്യുമെന്റ്സിന്റെ ബ്ലറിങ് വരെ ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ സ്കാൻ ചെയ്ത ഡോക്യുമെന്റ്സ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പാടുകയുള്ളൂ. നമ്മൾ ഇതെല്ലാം ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും അതുപോലെ തന്നെ നിങ്ങളുടെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസും അക്സെപ്റ്റഡ് ആണോ ഡൺ ആണോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ഈ GNM ആൻഡ് ANM അപേക്ഷിച്ചിരിക്കുന്ന കുട്ടികൾ നോക്കേണ്ടത്. ഇനി ഇത് രണ്ടും ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ അയക്കുക അല്ലെങ്കിൽ LBSൽ കോൾ ചെയ്യുക. മെയിൽ അയക്കുന്നതാണ് നല്ലത്. കോൾ ചെയ്താൽ അവരത് എടുക്കാൻ സാധ്യതയില്ല. അവർ മെയിൽ അയക്കാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിമാർക്സ് കൊടുക്കുക. അതിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഏത് ഡോക്യുമെന്റ് ആണ് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയത് എന്നുള്ളത്. അതിനുശേഷം കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുമാണ്. ഇപ്പോൾ റിജക്റ്റ് ആയവർ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇതുപോലെ ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അടുത്ത പ്രസിദ്ധീകരിക്കുന്നത് അക്സെപ്റ്റഡ് ഡേറ്റ് ആണ് പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം വരുന്നത് ഇൻഡെക്സ് മാർക്ക് ലിസ്റ്റ് ആയിരിക്കും പ്രസിദ്ധീകരിക്കുന്നത്. പിന്നെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അത് കഴിഞ്ഞ് മെയിൻ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ കാണുന്നതായിരിക്കും. നമ്മുടെ LBS BSc നഴ്സിംഗിനും ഇൻഡെക്സ് മാർക്ക് പ്രസിദ്ധീകരിച്ച സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് തെറ്റുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഒബ്ജക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ വരികയും പല കുട്ടികൾ തെറ്റുകൾ ഒബ്ജക്ഷൻ വഴി LBSൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ GNMൽ എങ്ങനെയാണ് എന്നുള്ളത് ഒന്നുകിൽ ഒബ്ജക്ഷൻ വഴി ആയിരിക്കും അല്ലെങ്കിൽ മെയിൽ അയക്കാനായിരിക്കും GNMൻ്റെത് അപ്ഡേഷൻ വരുന്നത്. അതനുസരിച്ച് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ഒക്കെ പറയാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും നിങ്ങളുടെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസും ഒക്കെ നോക്കി മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അക്സെപ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ. പല കുട്ടികൾക്കും LBS കൺഫേം ചെയ്യാത്തത് കൊണ്ട് BSc നഴ്സിംഗിൻ്റെത് പലർക്കും റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. അവർക്കൊന്നും റാങ്ക് ലിസ്റ്റ് വരാതെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ടൈം വരുന്നത്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കോളേജസ് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ SC STക്കൊക്കെയാണ് റിസർവേഷൻ ബേസ് ചെയ്ത് ഏതൊക്കെ കോളേജസിൽ വെക്കണം എന്നതൊക്കെ നിങ്ങളുടെ തീരുമാനം മാത്രമാണ്. നമുക്കറിയാം ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഗവൺമെന്റ് കോളേജൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എവിടെയാണോ നമ്മുടെ ജില്ല ആ ഒരു കോളേജിൽ മാത്രമേ വെക്കാൻ സാധിക്കുകയുള്ളൂ. പല കുട്ടികളും ഇൻഡെക്സ് മാർക്കും കാര്യങ്ങളും ഒക്കെ അയച്ചു തന്നതിന് ശേഷം കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരോട് പറയാനുള്ളത്
നമുക്ക് GNM-ന് എത്ര സീറ്റുകളാണ് ഉള്ളത് എന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് മനസ്സിലാക്കുക. ആ കാറ്റഗറിക്ക് എത്ര റിസർവേഷൻ ആണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതെല്ലാം GNM-ന്റെ പ്രോസ്പെക്ടസിലുണ്ട്. അതുപോലെ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങാനായിട്ട്. അതായത് നിങ്ങൾ ഓപ്ഷൻസ് ഒക്കെ കൊടുത്ത് ഇതിന് വേണ്ടിയിട്ട് GNM കിട്ടണം അല്ലെങ്കിൽ ANM കിട്ടണം എന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ തന്നെ നിൽക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ LBS BSc നഴ്സിംഗിൽ കുറെ കുട്ടികൾ കൺഫർമേഷൻ കൊടുക്കാതെ അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ഡൺ ആണോ എന്ന് നോക്കുക. നിങ്ങളുടെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് അക്സെപ്റ്റഡ് പ്രൊവിഷണലി ആണോ എന്ന് കാണിക്കുന്നത് എന്നുള്ളതും കൂടി ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മെയിൽ അയക്കുക. LBSന് മെയിൽ അയച്ച് ആ പ്രോബ്ലം ഉടനെ തന്നെ സോൾവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് സോൾവ് ചെയ്ത് കറക്ഷൻ ടൈം കഴിഞ്ഞതിന് ശേഷമായിരിക്കും കറക്ഷൻ ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, അക്സെപ്റ്റഡ് ഡേറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റ് ടൈമിന് നിങ്ങൾക്ക് അപ്ഡേറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ടൈം ടു ടൈം നിങ്ങൾക്ക് അപ്ഡേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എല്ലാവരും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഫൈനൽ കൺഫേംഡ് ആയിട്ടുണ്ടോ എന്നത് ശ്രദ്ധിക്കുക. അതിനുശേഷമാണ് നമുക്ക് അക്സെപ്റ്റഡ് ഡേറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം ഇൻഡെക്സ് മാർക്ക് ആയിരിക്കും പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരും. അതിനുശേഷം മെയിൻ റാങ്ക് ലിസ്റ്റ് വരും. അതിനുശേഷമാണ് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എപ്പോഴാണെന്ന് ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു. അതാണ് പറയുന്നത്, നമ്മുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നതിന് ശേഷം മാത്രമേ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്നുള്ളൂ. അതിനുശേഷമാണ് നിങ്ങൾ കോളേജ് ഓപ്ഷൻ വെക്കുകയും അതുപോലെ ട്രയൽ അലോട്ട്മെന്റും ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും ഒക്കെ സീറ്റ് വേക്കൻസി അനുസരിച്ച് നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റ് ഇതുപോലെ GNM ആൻഡ് ANM കോഴ്സിനും നടക്കുന്നത്. അതുപോലെ SC/ST സ്റ്റുഡൻസിനാണ് കൂടുതലും റിസർവേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് കുറവുള്ള SC/ST സ്റ്റുഡൻസിന് GNM കൊടുക്കുന്നതിലൂടെ ഒരുപാട് ചാൻസ് ഉള്ളതാണ്. അതുപോലെ പല കുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സയൻസ് പഠിച്ച കുട്ടികൾക്ക് മാത്രമല്ല, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, VHSC അങ്ങനെയുള്ള എല്ലാ കോഴ്സ് പഠിച്ച കുട്ടികൾക്കും ഇതിനു വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സയൻസ് പഠിച്ച കുട്ടികൾക്കായിരിക്കും എന്തായാലും മുൻഗണന വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അങ്ങനെയുള്ള സ്റ്റുഡൻസിന് മുൻഗണന വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചിലപ്പോൾ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ പഠിച്ച കുട്ടികൾക്ക് ചിലപ്പോൾ ഇതിനു വേണ്ടി നിന്ന് കഴിഞ്ഞാൽ കിട്ടണമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടിയും സാധിക്കുന്നതല്ല. അതുപോലെ ഇതിലല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടും GNM-ന്റെ അഡ്മിഷൻസ് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെ കോളേജസിലാണ് GNM-ന്റെ അഡ്മിഷൻസ് ഓപ്പൺ ആയിട്ടുള്ളത് എന്നറിയാൻ വേണ്ടി നിങ്ങൾ കോളേജിൽ വിളിച്ചു ചോദിക്കുകയും ഓരോ കോളേജിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കുകയും ഒക്കെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഏതെങ്കിലും കോളേജസിൽ ഡയറക്റ്റ് അഡ്മിഷൻ വരുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇൻഫർമേഷൻസ് ഉടൻ തന്നെ പാസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.